നാടിനെ നടുക്കിയ മുഴിക്കൽ ഇരട്ട മരണത്തിൽ പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കൊല്ലപ്പെട്ട നസ്രീനയുടെ 2 ഫോണുകളും പ്രതി അദ്നാന്റെ 1 ഫോണുമാണ് പോലീസ് കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത്. കൊലപാതകത്തിന് ശേഷം തെളിവുകൾ ഇല്ലാതാക്കാൻ പ്രതി ബോധപൂർവം ഫോണുകൾ കിണറ്റിൽ ഉപേക്ഷിച്ചു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ ഫോണുകൾ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഇതിലെ വിവരങ്ങൾ വീണ്ടെടുക്കുന്നതോടെ കൊലപാതകത്തിലേക്ക് നയിച്ച കൃത്യമായ കാരണങ്ങൾ വ്യക്തമാകുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മുഴിക്കൽ സ്വദേശിനിയായ നസ്രീനയെ വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപാതകം നടത്തിയത്. സംഭവ സമയത്ത് നസ്രീനയുടെ അമ്മയും മുത്തശ്ശിയും സഹോദരങ്ങളും വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ കള്ളൻ കയറിയെന്ന നിലവിളി കേട്ട് പരിശോധിച്ചപ്പോഴാണ് നസ്രീന അവശ നിലയിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ വീട്ടുകാർ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അതേസമയം അദ്നാൻ വീട്ടിനുള്ളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ബന്ധുക്കൾ ഇയാളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ടാണ് ആശുപത്രിയിലേക്ക് പോയത്. ഇവർ മടങ്ങിയെത്തിയപ്പോൾ മുഖത്ത് സെല്ലോ ടേപ്പ് ചുറ്റി മരിച്ച നിലയിലാണ് അദ്നാനെ കണ്ടെത്തിയത്. ഇരുവരും സഹോദരിമാരുടെ മക്കളാണ്. അദ്നാൻ നസ്രീനയുടെ വീട്ടിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത്. എന്നാൽ ഇയാളുടെ സ്വഭാവ ദൂഷ്യത്തെപ്പറ്റി നസ്രീനയുമായും കുടുംബവുമായും അടുത്തിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. നസ്രീനയുടെ വീട്ടിൽ നിന്നും അദ്നാൻ പണം മോഷ്ടിച്ചതിനെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നതായി നാട്ടുകാർ മൊഴി നൽകിയിട്ടുണ്ട്. തന്റെ സ്വഭാവ ദൂഷ്യം നസ്രീന ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. മരണത്തിന് മുൻപ് അദ്നാൻ ആരെങ്കിലും വിളിച്ചിരുന്നോ എന്നും സാമൂഹിക മാധ്യമങ്ങൾ വഴി ഭീഷണിപ്പെടുത്തിയിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കിണറ്റിൽ നിന്നും ലഭിച്ച ഫോണുകൾ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ തെളിവായി മാറും. സമാധാനമായി ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിനുള്ളിൽ നടന്ന ഈ ക്രൂരകൃത്യത്തിന്റെ നടുക്കത്തിലാണ് മുഴിക്കൽ നിവാസികൾ. അദ്നാന്റെ പഠന വൈകല്യത്തെയും പെരുമാറ്റ ദൂഷ്യത്തെയും അവനൊപ്പം ചേർന്നു നിന്ന് പരിഹരിക്കാനുള്ള കഠിന പരിശ്രമം നടത്തുന്നതിനിടയിലാണ് വൈരാഗ്യബുദ്ധി മുഴിക്കലിലെ വീട്ടിൽ ദുരന്തം വിതച്ചത്. ഇരട്ട മരണത്തോടൊപ്പം പൂതംകുഴി മീത്തലെ വീട്ടിൽ ചൊവ്വാഴ്ച പുലർച്ചെ പൊലിഞ്ഞത് അവിടുത്തെ മൂത്ത മകൾ നസ്രീനയുടെ ഡോക്ടർ സ്വപ്നം കൂടിയായിരുന്നു. പഠന മികവ് കൊണ്ടും കാര്യപ്രാപ്തി കൊണ്ടും ചെറുപ്പത്തിലെ മിടുക്കിയായ നസ്രീനയോട് നേരത്തെ അദ്നാന് നീരസമുണ്ടായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ മികവോടെ എഴുതിയ നസ്രീന പരീക്ഷാഫലം വരും മുൻപ് തന്നെ തുടർ പഠനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി. വേങ്ങരയിലെ ഒരു സ്ഥാപനത്തിൽ ചേർന്ന് മെഡിസിൻ എൻട്രൻസ് കോച്ചിങ്ങും +2 പഠനവും ഒന്നിച്ചു നടത്താനാണ് തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഫീസടച്ച് പ്രവേശനം നേടുകയും ചെയ്തു. ഇതിനിടയ്ക്കാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്.